സർവശക്തനാണ് ADGP അജിത് കുമാർ. അദ്ദേഹം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മുകളിലാണ്, അദ്ദേഹം DGPയുടെ മുകളിലാണ്. എവിടെ തിരുത്തണം, ആരെ ഉപയോഗിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് കൃത്യമായി അദ്ദേഹത്തിന് അറിവുണ്ട്. നോക്കൂ, മലപ്പുറം ജില്ലയിലെ പോലീസ് സേനയിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും മാറ്റി. അൻവറും ബന്ധപ്പെട്ടവരും കുറ്റപ്പെടുത്താനും പ്രവർത്തിക്കാനും അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് ഈ പത്തനംതിട്ട SP-ക്കൊപ്പം വിവാദ പുരുഷനായ ADGPക്കെതിരെയാണ്. ADGP സ്ഥാനത്തിന് ഒരിളക്കവും പറ്റാതെ അതേ സ്ഥാനത്ത് നിൽക്കുന്നു. ഇനി എൻ്റെ സുഹൃത്ത് റിജി ലൂക്കോസ്, ഞാൻ അദ്ദേഹത്തെ ഏറെ ബഹുമാനിക്കുന്നു, അദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായി തെറ്റാണ്. ആ കുടുംബം അന്വേഷണത്തിൽ തൃപ്തരല്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് കലഹിച്ച് കോടതിയിൽ പോയിട്ടാണ് അവർ കേസ് CBIക്ക് വിടാനിടയാക്കിയത്. ആ കേസിനെ കുറിച്ച് അവരും ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. ഒന്ന്, ഈ പ്രതിക്കെതിരെ ജാമിർ ജിഫ്രിക്കെതിരായിട്ട് തയ്യാറാക്കിയ FIR വ്യാജമാണ്. രണ്ട്, പ്രതികളായ പോലീസുകാർക്ക് ഒളിവിൽ കഴിയാനുള്ള എല്ലാ സൗകര്യവും കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള പോലീസ് സേന നൽകി. മൂന്ന്, കോടതി ഉത്തരവിട്ടിട്ടും CBI അന്വേഷണം പരമാവധി വൈകിപ്പിച്ചു. എത്ര സമർത്ഥമായി കേസ് അട്ടിമറിക്കാമെന്ന് അറിയുന്ന, പ്രൊഫഷണലി അത് ചെയ്യാൻ കഴിവുള്ള ആളാണ് SP-യും ADGP-യും. നോക്കൂ, അന്ന് SP പറഞ്ഞത് എന്താണ്, സുജിത് ദാസ് പറഞ്ഞത് എന്താണ്? താൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, തിരുവനന്തപുരത്തായിരുന്നു. ഇന്ന് താമിർ ജിഫ്രിയുടെ കുടുംബം പറയുന്നു അദ്ദേഹത്തിൻ്റെ ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്യണം. ഈ പറഞ്ഞ മൊഴി ശരിയാണോ എന്ന് പരിശോധിക്കാൻ അദ്ദേഹം അന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നോ അതല്ല അന്ന് അദ്ദേഹം നാട്ടിലായിരുന്നു എന്ന് പരിശോധിക്കണം. അതിൻ്റെ ആവശ്യം ഇപ്പോഴില്ല. കാരണം അദ്ദേഹം അൻവറിനോട് ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞത് എന്താണ്? താൻ ജയിലിൽ പോകുമെന്ന ഭയമുണ്ട്. തിരുവനന്തപുരത്തായിരുന്നതിൽ പങ്കില്ലെങ്കിൽ എന്തിനാണ് സുജിത് ദാസ് ജയിലിൽ പോകുമെന്ന് ഭയക്കുന്നത്? വീണ്ടും പറയുന്നു, കൊല്ലണമെന്ന ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ അൻവറിനോട് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടു. അപ്പോൾ പകൽ പോലെ വ്യക്തമല്ലേ അദ്ദേഹത്തിന് ഇതിനകത്ത് ബന്ധമുണ്ട്. രണ്ടാമത്, ADGP പറയുന്നു, ഞാൻ അൻവറിൻ്റെ ക്രെഡിബിലിറ്റിയെയോ ADGPയുടെ സ്ഥാനത്തിൻ്റെ ക്രെഡിബിലിറ്റിയോ വെച്ചിട്ട് ഞാൻ രണ്ടുപേരെയും ഞാനിപ്പോൾ അംഗീകരിക്കുന്നോ തള്ളിപ്പറയുന്നോ ഇല്ല. ഒരു MLAയുടെ വാക്കുകളെ MLAയുടെ വാക്കുകളായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. ADGPയുടെ വാക്കുകൾ അദ്ദേഹം കുറ്റവാളിയാണ് തെളിയാത്തിടത്തോളം കാലം തള്ളിപ്പറയുന്നില്ല. അദ്ദേഹം പറയുന്നു അൻവറിന് പിന്നിൽ മാഫിയയുണ്ട്. മാധു, ഒരു കാര്യം ഞാൻ ഉന്നയിച്ചത് വളരെ കൃത്യമല്ലേ? കേരളത്തിലെ പോലീസിനകത്ത് ഏതൊക്കെ രേഖകളാണ് കൈമോശം വന്നു പോയിട്ടുള്ളത്? അതൊരു MLAക്ക് മാത്രം സംഘടിപ്പിക്കാൻ സാധിക്കുമോ? അത് പോലീസ് സേനയിലെ ഉന്നതർക്കും പങ്കില്ലേ? ഇവരെയും കൂടി അന്വേഷണത്തിന് മുന്നിൽ കൊണ്ടുവരണ്ടേ? ഈ രഹസ്യ രേഖകൾ നഷ്ടപ്പെടുന്നത് തിരിച്ചു പിടിക്കണ്ടേ? നാളെ അത് വെച്ച് വിലപേശാൻ ഒരു വ്യക്തികൾക്ക് സാധിക്കുന്നത് ഒഴിവാക്കണ്ടേ? ഗൗരവതരമായ വിഷയങ്ങളല്ലേ ഇവിടെ ഉള്ളത്. നാം ചില പെർസെൻറ്റേജ് കണക്കുകളൊക്കെ പറഞ്ഞു എൻ്റെ സുഹൃത്ത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു സമൂഹത്തിൻ്റെ 3% കൂടുതൽ ക്രിമിനൽ വൽക്കരിക്കപ്പെടുന്നത് അപായകരമാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരു 3%, 2%, 3% ഒക്കെ എവിടെയും ക്രിമിനലുകൾ ഉണ്ടാവാം. പക്ഷേ അത് 4, 8, 10 ആകുമ്പോൾ, 12 ഒക്കെ ആകുമ്പോൾ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവസാനം മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും സമ്മർദ്ദം വരുത്തി പിടിച്ചുവിടുമ്പോൾ ഇപ്പോഴും കുറ്റാരോപിതനായ ADGPയെ നടപടിയൊന്നും എടുക്കണ്ട, ശമ്പളം മുടക്കണ്ട. അദ്ദേഹം തെറ്റുകാരനല്ലെന്ന് തിരിച്ചറിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ തൽക്കാലം ശമ്പളത്തിന് കുറവ് വരാതെ, അദ്ദേഹത്തിൻ്റെ പദവിക്ക് കോട്ടം പറ്റാതെ ക്രമസമാധാന ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തുന്നതിൽ എന്താണ് കേരളത്തെ തടസ്സം? സ്വന്തം ഘടകകക്ഷിയെപ്പോലും വിശ്വാസമെടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പം നമ്മൾ കേൾക്കുന്ന മാതിരി അത്ര നിഷ്കളങ്കമല്ല സേനയ്ക്കകത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വസ്തുതകൾ എന്നല്ലേ കാണിക്കുന്നത്? അപകടകരമായ ഒരു സ്ഥിതിവിശേഷമല്ലേ അൻവർ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഫോൺ ചോർത്തി അദ്ദേഹം വിലസുന്നു, തെറ്റുകാരനായ ADGP ഇരിക്കുന്നു. ഇത് രണ്ടും നോക്കുകുത്തിയായിട്ട് മുഖ്യമന്ത്രി ഇരിക്കുന്നു, DGP ഇരിക്കുന്നു. ഘടകകക്ഷികളെല്ലാം പറഞ്ഞത് അജിത് കുമാർ എന്നുള്ള അഭിപ്രായം തന്നെയാണ്. പക്ഷേ LDF യോഗത്തിൽ അജിത് കുമാറിനെ തൽക്കാലം മാറ്റി നിർത്തേണ്ടതില്ല എന്ന തീരുമാനം ഐകകണ്ഠമായി എടുത്തു എന്നാണ് പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചത്. അല്ല, ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, ADGP DGPയെ ചെന്ന് കണ്ടു. തൊട്ടുപുറകെ അൻവർ, ഈ വിവാദമായ അൻവറിന് DGP ഒരു അഭിമുഖം കൊടുക്കുന്നു, അദ്ദേഹത്തിന് കൂടിക്കാഴ്ച അനുവദിക്കുന്നു. എന്താണ് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായത്? നേരത്തെ DGPയെ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസടങ്ങുന്ന ഫയലുകൾ, ഈ വിവരങ്ങൾ
ആഭ്യന്തര വകുപ്പിന് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് മുഖ്യമന്ത്രിക്കോ അഥവാ ആഭ്യന്തരമന്ത്രിക്കോ DGPക്കോ കൊടുക്കുന്നതിന് പകരം അവിടെയൊക്കെ കൊടുത്താൽ ഇത് മുക്കപ്പെടും, ഇത് ഒളിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പാകെ വെളിപ്പെടുത്തി പോകുന്ന അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്ത അദ്ദേഹവുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആരുടെ ഇംഗിതത്തിനൊത്താണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നത്? മുഖ്യമന്ത്രിക്ക് അതിൽ പിടിപാടുണ്ടോ? ആഭ്യന്തരമന്ത്രി എന്ന മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് പിടിപാടുണ്ടോ? DGPക്ക് അവിടെ നിയന്ത്രണമുണ്ടോ? MLAക്കാണോ കൂടുതൽ നിയന്ത്രണം? ശരി, അല്ല DGPക്ക് ഒരു നിയന്ത്രണവുമില്ല, DGPയുടെ വാക്കിനൊരു വിലയുമില്ല, നിർദ്ദേശത്തിന് തരിമണിയുടെ ബഹുമാനമില്ല എന്നത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഇനി ആ സ്ഥാനത്ത് എങ്ങനെയാണ് അഭിമാനത്തോടു കൂടി തുടരുന്നത് എന്നടക്കം ചോദ്യമാണ്. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് നാട് മുഴുവൻ അറിഞ്ഞു കഴിക്കുന്നു. എന്നിട്ട് ഇനി പോലീസ് മേധാവി എന്ന് പറഞ്ഞ് അദ്ദേഹം എങ്ങനെയാണ് ഈ ഫോഴ്സിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതൊരു ചോദ്യമാണ്.